നിന്നെ കണ്ട തോന്നുന്നത് പോലെ എന്നെ കണ്ട തോന്നത്തില്ല. ഇവിടെ പാലുണ്ട്, ക്യാരറ്റ് ഉണ്ട്, പഞ്ചസാര ഉണ്ട്. ജ്യൂസ് മിക്സ് ഇല്ലല്ലേ? മിക്സ് ഇല്ലല്ലേ? ഇല്ലല്ല. സ്വർഗത്തിൽ പോയി തിരിച്ചു വന്നു. ഞാൻ സത്യമായിട്ട് ഞാനത് ടേസ്റ്റ് ചെയ്തു. ഞാൻ കണ്ടു. കടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വിഴുങ്ങിട്ട് പിന്നെ 3 ദിവസമായില്ല ഇത്ര മിസ്സിങ് ചെയ്യണം. ഞങ്ങൾക്ക് നോക്കും കുറെ ദിവസം. ഞാനൊരു 97 ദിവസം. അയ്യോ അറിയാം. അപ്പത്തിലേക്ക് 18 കൂടെ ഒരു 6-7 ആവും. നമ്മളിവിടെ വിചാരിക്കുന്ന സ്ട്രോങ് പ്ലേയേഴ്സ് ആയിരിക്കില്ല പുറത്തത്തെ സ്ട്രോങ് പ്ലേയേഴ്സ്. അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഞാൻ പറഞ്ഞ ഏറ്റവും ആൾക്കാർ അന്വേഷണം ലൈക്ക് ചെയ്യും. ഞാൻ പറയട്ടെ, ഫസ്റ്റ് 2 days ലൈക്ക് ആവൂല. പക്ഷെ പിന്നെയും അന്വേഷണത്തിന് കുറ്റം എല്ലാത്തിനും ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എല്ലാത്തിനും ബ്ലെയിം ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് ഒരു ഇഷ്ടം വരാം. എല്ലാത്തിനും ബ്ലെയിം ചെയ്യുന്ന പോലെ തോന്നി. റീസൺ ഉണ്ട്, പക്ഷെ എല്ലാത്തിനും ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇവിടെ പറയുമ്പോ ആൾക്കാർക്ക് ഒരു സിമ്പതി പിന്നെയും പറഞ്ഞാൽ അതൊരു സിമ്പതി പോലെ ആവും. എമ്പതി സപ്പോർട്ടാവും, ഹൃദയത്തിലേർക്കും. സോ അതൊരു ഓൾസോ ഈസ് എ കോമണർ. അപ്പൊ ആ രീതിക്ക് കോമണർ നമ്മള് അതൊരു റിലേറ്റബിലിറ്റി വേണം. സപ്പോർട്ട് ഓൾറെഡി ഉണ്ടാവുമ്പോ എനിക്കിപ്പോ അറിയില്ലേ പുറത്തൊന്നും. ഇവിടെ കുറെ ആൾക്കാർ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ എനിക്കപ്പോ ഇവിടെ വന്നപ്പോ ഓരോ കോമണർ ആയിട്ടാ തോന്നിയത്. വേറെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ കേരളം നോക്കുന്നുണ്ട്. കടന്നില്ലെങ്കിലും മുന്നിലാകുന്നു അക്കവും ചിക്കും അതൊക്കെ പണ്ട്. അതായത് ഇവിടെ വന്ന് നാടകമാണ്. കണക്ഷൻ ഉണ്ടായിരിക്കാം. കണക്ഷൻ ഉണ്ട്, നേരത്തെ കണക്ഷൻ അക്കവും ചിക്കുവാണത്. പക്ഷെ അത് അല്ലെങ്കിൽ പൈസ അത് ഇന്നലെ എന്നെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കി. ചേച്ചി എന്നെ പ്രൊവോക്ക് ചെയ്തിട്ട് എന്തായിരുന്നു പുള്ളിക്ക് വേണ്ടത്? അപ്പൊ ചേട്ടന് വേണ്ട എന്താണെന്നറിയോ? ഞാൻ പോയി ചോദിക്കണം ഷാനൻസൊക്കെ. അപ്പൊ ഞാൻ എണ്ണീപ്പിക്കണമായിരുന്നു. അപ്പൊ എന്നെ പോയിന്റ് ഔട്ട് ചെയ്യാൻ നോക്കിയത് ഞാൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് പോയിന്റ് ഔട്ട് ചെയ്യാൻ നോക്കിയത്. എന്റെ വായിന്ന് വീഴും ഗെയിം എന്നുള്ളത്. പക്ഷെ ഞാൻ അവിടെ ചെന്ന് ഇവരവിടെ പോയിട്ട് ഉന്നയിപ്പിക്കാൻ നോക്കിയപ്പോ പറ്റുന്നില്ല. പുള്ളി മരുന്ന് വെച്ചിട്ട് ഭയങ്കര മൈനി പോയില്ല. അതൊന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഷാനവാസൊക്കെ എന്റെ അടുത്ത് പറഞ്ഞത് ഇവരവിടെ ചെന്നിട്ട് കുറെ കുത്തിപ്പൊക്കാൻ നോക്കി, കുറെ കുത്തിപ്പൊക്കാൻ നോക്കി തെറി വരെ പറഞ്ഞു എന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ സെന്റിമെന്റ്സ് തോന്നി എന്ന് പറഞ്ഞതിൽ എനിക്കറിയില്ല. പക്ഷെ എന്റെ അടുത്ത് വന്ന് എന്താ പറഞ്ഞത്? മരുന്ന് കഴിച്ചിട്ട് ആ പകുതി വഴക്കുണ്ടാക്കിയതും പ്രൊവോക്ക് ചെയ്യാൻ നോക്കിയതും ഒക്കെ പറഞ്ഞില്ല. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് പോയി കുത്തിപ്പൊക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എനിക്കത് ഞാൻ അവിടെ ചെന്നിരുന്നു. ഞാൻ ചെന്നപ്പോ എനിക്കത് കിട്ടി. ഷാനവാസിന്റെ വായിന് കിട്ടി. ഇത് പറഞ്ഞു തെളിയൊക്കെ പറഞ്ഞു എന്ന് ചീത്ത പറഞ്ഞു എന്ന് പറയാം. എന്താന്ന് എനിക്കറിയില്ല. ശീലമില്ല നമുക്ക്. ബാത്റൂം ടീമിന് എന്താ പറയാനുള്ളത്? ടിഷ്യൂ പേപ്പർ ആ ക്ലോസിന്റെ വട്ടത്തിൽ വെച്ചിട്ട് ഇരിക്കുന്നത്. അത് ബേസിക്കലി ഒരു ക്ലോസറ്റ് സീറ്റ് കവർ ആണ്. അത് നമ്മൾ ഇരിക്കാൻ വേണ്ടി തന്നെയാണ് അത് ഉപയോഗിക്കുന്നത്. പക്ഷെ സീറ്റ് കവർ മനസ്സിലായി. ആ സീറ്റ് കവറിന്റെ പുറത്ത് ടിഷ്യൂ ചുറ്റി വെച്ച് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വയ്ക്കുന്നത് ആരാ? നമ്മള് അത് ആരെ നമുക്കറിയില്ലല്ലോ. ആരകത്ത് വാഷിംഗ് നമുക്ക് അറിയില്ല. നമ്മളിപ്പോ ഒരു 3 മണി ക്ലീൻ ചെയ്യും, 6 മണി ക്ലീൻ ചെയ്യും, 7 മണി ക്ലീൻ ചെയ്യും. അങ്ങനെ സമയമൊന്നുമില്ല. ആരെ വെച്ച വാഷിംഗ് അത് നമ്മൾ ലിറ്ററലി ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ പരമാവധി നമ്മൾ കണ്ടെയ്നർ വൃത്തിയാക്കുക.
പറഞ്ഞേ നമ്മൾ ചോദിക്കാത്ത നിങ്ങൾ ആരെങ്കിലും ആണോ അവിടെ ചുറ്റും ആ പേപ്പർ വെച്ച് ആണോ ആണോ ആരുമില്ലല്ലോ. നിങ്ങളാണോ ബാത്റൂമിന്റെ അവിടെ പേപ്പർ വെച്ചത്? ഏത് ബാത്റൂം ക്ലോസറ്റിന്റെ അവിടെ പേപ്പർ വെച്ചത് നിങ്ങളാണോ? അല്ല അല്ല എന്താ സംഭവം എന്ന് അറിയണ്ട. ശരത്ത് ഇവിടെ എന്തൊക്കെ പറയുന്നു. എന്താണ് പറഞ്ഞത്? ഇത്രയും വലിയൊരു സംഭവം ഉണ്ടാവുമ്പോ നമ്മൾ അറിയിക്കണം. ആരായാലും പറഞ്ഞേ പറ്റുള്ളൂ. ആരെങ്കിലും അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞേ പറ്റുള്ളൂ. എല്ലാവരും മാക്സിമം പൊക്കി വെച്ചിട്ട് യൂറിനേറ്റ് ചെയ്യാൻ പറയുന്ന ശരത്താണ്. ഓക്കെ ഓക്കെ നിങ്ങൾ ആണെന്നെല്ലാവരും മനസ്സിലാവുന്നുണ്ടാവും. ചെയ്യാൻ ശ്രമിക്കാം. ഡ്രോപ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫ്ലഷ് ചെയ്ത് പറയാം. കാരണം നമ്മൾ ഗേൾസിന് അവിടെ ഇരിക്കുമ്പോ ബുദ്ധിമുട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവും. സോ അത് എല്ലാവരും ഇനി ഇത് റിപ്പീറ്റ് ഒരാൾ ആരും ചെയ്തു, പക്ഷെ ഇനി ആരും റിപ്പീറ്റ് ചെയ്ത് പ്ലീസ് നോട്ട് ദാറ്റ്. ബാത്റൂമിൽ ഇരുന്നുണ്ടോ? ഈ ബാത്റൂമിൽ പോകുമ്പോ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ക്ലീനിങ് കഴിയുമ്പോൾ കാണുന്ന കാര്യം മുടി. എന്തുകൊണ്ടാണ് ബാത്റൂമിന്റെ അകത്ത് ഇങ്ങനെ ആക്കി നോർമലി ഏറ്റവും കൂടുതൽ ബാത്റൂമില് എങ്ങനെ ഇത്രയും തലമുടി അവിടെ വരുന്നത് എനിക്കറിഞ്ഞോ? ഈ പറഞ്ഞത് കോമൺ ആണ്. മുടി പറഞ്ഞത് കോമൺ ആണ്. അതിപ്പോ ഏത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും കുളിക്കുമ്പോ ഇങ്ങനെ ചെയ്യുന്ന കാര്യം തെറ്റാണ്. അവിടെ നിന്ന് മുടി എടുത്തിട്ട് അടുക്കളയിൽ കൊണ്ടിടുക ചെയ്തത്. നിങ്ങൾക്ക് ആരാ പെർമിഷൻ? ആരെ പെർമിഷൻ? എന്നോട് അവിടുത്തെ ബാത്റൂമിന്റെ മുടി ഫുള്ള് കൊണ്ടിട്ട് കിച്ചന്റെ ഡസ്റ്റ്ബിൻ എവിടെ ഇല്ലെങ്കിൽ അത് എന്നോട് പറയണായിരുന്നു. എന്നോട് പറഞ്ഞ ആളുകൾ മുന്നോട്ട് വന്ന് ഇവിടെ പറയട്ടെ. അല്ലെങ്കിൽ എന്നോട് പറഞ്ഞ ആളുകൾ ധൈര്യപൂർവം ഇവിടെ വന്ന് പറയട്ടെ. അടുക്കളയിൽ കൊണ്ടിട്ടല്ല വേണ്ടത്. അടുക്കളയിൽ കൊണ്ടിട്ട് കണ്ടു. കോമൺ സെൻസ് ആണ് മാൻ. കോമൺ സെൻസ് കോമൺ സെൻസ് ഇല്ലാതെ കാര്യം ചെയ്യുന്നു. കോമൺ സെൻസ് ഇല്ലാതെ കാര്യം ചെയ്യുന്നത്. ഇതൊക്കെ രഹസ്യ സ്വഭാവത്തിലാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയില്ല എന്നാണ് വിചാരം. ഞാൻ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അതുകൊണ്ട് പേടിയാ, നിന്നെ പേടിക്കണോ? നിങ്ങൾ മുടി മനസ്സിലാക്കിയാൽ മതി. സൊല്യൂഷൻ എടുക്കുക. അത് ഫൈറ്റ് ആക്കാതെ. മനസ്സിലായില്ലേ? ചേച്ചി ചോദിച്ചില്ല ഇങ്ങോട്ട്. ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിസ്റ്റേക്ക് ആണ്, നമ്മൾ ക്ലീൻ ചെയ്യും. അത് നാച്ചുറൽ മിസ്റ്റേക്ക് ആണ്. മുടിയും വീഴും മുടിയും ഓക്കെ സൊല്യൂഷൻ ഒരു സെക്കൻഡ് ഞാൻ ഇന്നലെ ഏറ്റവും ടോപ്പിക് ടോപ്പിൽ അപ്പൊ ഞാൻ ഓൾറെഡി അവരുടെ അടുത്ത് പറഞ്ഞു. കോമൺ സെൻസ് ഇല്ലാത്ത നല്ല കാര്യം ചെയ്തുകൊണ്ടാടാ നീ ജനങ്ങളെ കാണുന്ന പരിപാടിയാടാ. നീ ഇവിടെ നല്ല കാര്യം ചെയ്തുകൊണ്ടാടാ. നിന്റെ വായിൽ നിന്ന് നല്ല വാക്ക് വീഴുന്നുണ്ടാടാ. നിന്റെ വായിൽ എന്നാലും ഏറ്റവും വലിയ ടാസ്ക് എന്ന ദിവസം നീ അവിടെ പോയി ബെത്തെ പൊതുകൂടി കിടന്ന് രാവിലെ ഷോ എടുത്താലും പറഞ്ഞോ.
നിന്റെ ഔട്ട് എന്തെങ്കിലും കൊണ്ടോ അതിന്റെ അകത്ത് ആദ്യം. ഇതിന് മര്യാദ ഇല്ല. പക്ഷെ ഒരു കാര്യം ഞാനത് പറയാൻ കൊണ്ടുപോയി. ചിലർക്ക് ക്യാൻസർ ആണ്, അവർ അവരുടെ ഇൻഫെക്ഷൻ ആണെന്ന് പേടിച്ച് OCD ഒക്കെ ഉള്ള പ്രശ്നം. പറയാൻ കൊണ്ടുപോയി. കാരണം അറിയോ, നമ്മള് അത് ഉപയോഗിക്കാനുള്ള സാധനമാണ്. നമ്മൾ പിന്നെ ക്ലീനിങ് ടീമാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ ബാധ്യത. അങ്ങനല്ല അങ്ങനെ ചിന്തിക്കരുത്. കാരണം നമ്മള് ഇപ്പൊ ഈ മെട്രോയിലൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോ ഈ പെണ്ണുങ്ങള് കിച്ചൺ ടീം തന്നെ ഡിസൈഡ് ചെയ്യും ആരാ. കിച്ചൺ ടീം തന്നെ ഡിസൈഡ് ചെയ്യും ആരാണ് എന്നോട് പറഞ്ഞതെന്ന്. ഡിസൈഡ് ചെയ്യും. എനിക്ക് നല്ല ഓർമ്മയുണ്ട് പറഞ്ഞത് ആരാണെന്ന്.